എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പല അംഗനവാടി പ്രവർത്തകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളും പഠിച്ചിരിക്കണം. അതായത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അംഗനവാടി പ്രവർത്തകർക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് അഥവാ സ്വമേധയാ വിരമിക്കൽ എന്ന സംവിധാനം നിലവിലില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഗുരുതരമായിട്ടുള്ള അനാരോഗ്യം കാരണം ഇനി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ പെൻഷനോടുകൂടി തന്നെ വിരമിക്കുന്നതിനുള്ള നടപടിക്രമം സ്വീകരിക്കാൻ ഇന്ന് അവസരമുണ്ട്. ഈ കാര്യങ്ങൾ കുറേയധികം ടീച്ചേഴ്സിന് അറിയാത്തതാണ്. കൃത്യമായി അതെങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ഈ സെഷനിലൂടെ വിവരിക്കുന്നുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ആദ്യം അറിയേണ്ടത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ബന്ധപ്പെട്ട സർക്കാർ ഡോക്ടറിൽ നിന്ന് അല്ലെങ്കിൽ അധികൃത മെഡിക്കൽ ബോർഡിൽ നിന്നും ഇനി ഈ ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യമാണ്, എൻ്റെ ആരോഗ്യനില വളരെ മോശമാണ് എന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ആദ്യം ലഭ്യമാക്കേണ്ടത്. കൃത്യമായി ആദ്യം ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം രണ്ടാമതായിട്ട് ആരാണോ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അപേക്ഷ കൊടുക്കാൻ നിൽക്കുന്നവർ അവർ സ്വന്തം പേരിൽ തന്നെ ഒരു അപേക്ഷ തയ്യാറാക്കണം. അത്തരം അപേക്ഷയിൽ അനാരോഗ്യം കാരണം ഇനി ജോലി തുടരാൻ എനിക്ക് കഴിയാത്തതിനാൽ തന്നെ പെൻഷനോടുകൂടി വിരമിക്കുന്നതിന് അനുമതി നൽകണം എന്നായിരിക്കണം അപേക്ഷയിൽ വ്യക്തമാക്കേണ്ടത്. ഇത്തരത്തിൽ സ്വന്തം കൈപ്പടയിൽ അപേക്ഷ എഴുതിയതൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ സമർപ്പിക്കേണ്ടത് ആരെയാണ്? നമ്മളുടെ ഓഫീസിലുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസറെയാണ്. അതായത് നമ്മുടെ CDPOക്കാണ് ഇത്തരത്തിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. പ്രവർത്തക സ്വന്തം പേരിലാണ് ഇത്തരത്തിൽ അപേക്ഷ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം ഇത്തരത്തിൽ അപേക്ഷ CDPOക്ക് കൈമാറിയതിന് ശേഷം CDPO ഈ അപേക്ഷ പരിശോധിച്ച ശേഷം പ്രവർത്തകയ്ക്ക് രോഗബാധ കാരണം ജോലിയിൽ തുടരാൻ കഴിയില്ലെന്ന് വിലയിരുത്തണം. അത്തരത്തിൽ നമ്മുടെ മാഡം വിലയിരുത്തി കഴിഞ്ഞാൽ പെൻഷനോടുകൂടി വിരമിക്കാൻ അനുമതി നൽകണമെന്നുള്ള ശുപാർശ CDPO ചെയ്യും. ആ ശുപാർശയിൽ മേലാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. തുടർന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ്, പ്രവർത്തകയുടെ അപേക്ഷ, CDPOയുടെ ശുപാർശ എന്നിവ സഹിതം ബന്ധപ്പെട്ട ബോർഡിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. ബോർഡ് അപേക്ഷ പരിശോധിച്ച് അംഗീകരിക്കുന്ന പക്ഷം തന്നെ വിരമിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് പുറപ്പെടുവിപ്പിക്കും. ഈ ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് CDPO പ്രവർത്തകയെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നത്. തുടർന്ന് പെൻഷൻ അപേക്ഷ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ച് സമർപ്പിക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർക്കുക. പെൻഷൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പകർപ്പ് നിർബന്ധമായിട്ടും അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണം. ഇതൊരിക്കലും തന്നെ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഇത്തരത്തിൽ വോളണ്ടറി ആയിട്ട് നമ്മൾ റിട്ടയർ ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ നമ്മൾക്ക് ഉറപ്പാവുകയുള്ളൂ. ഈ സാഹചര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മയോടുകൂടി ചെയ്യേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരിലേക്കൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ അവർക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് ആവശ്യമാണെങ്കിൽ അനാരോഗ്യം കാരണം ബുദ്ധിമുട്ടുന്ന നമ്മളെ ടീച്ചേഴ്സിന് എത്തിച്ചു കൊടുത്ത്